നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളാണ് യു.ഡി.എഫിൽ സജീവം. എങ്ങനെ ജയിക്കുമെന്നോ ഏതു തരത്തിൽ തന്ത്രങ്ങൾ മെനയണമെന്നോ ഒന്നും ചർച്ചകളില്ലാത്ത മുന്നണിയിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകളാകട്ടെ സജീവവും. യൂത്ത് ലീഗിന്റെ ഒരു പരിപാടിയിൽ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ജോണി ലൂക്കോസുമായി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ ഒരു സംഭാഷണമാണ് ചൂടൻ ചർച്ചയായി മാറിയത്. മുഖ്യമന്ത്രി പദത്തിനും ഉപമുഖ്യമന്ത്രി പദത്തിനും ലീഗിന് അർഹതയുണ്ടെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞുവെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ആലോചനകൾ നടക്കും മുമ്പെയുള്ള സാദിഖ് അലി തങ്ങളുടെ പ്രഖ്യാപനം പാർട്ടിയുടെ കടിഞ്ഞാൺ കുഞ്ഞാലിക്കുട്ടിയിൽ തന്നെ ഭദ്രമാണെന്ന് തെളിയിക്കുന്നത് കൂടിയാണ്. ആര് മുഖ്യമന്ത്രിയാകുമെന്ന കോൺഗ്രസിനകത്ത് ചർച്ച നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയാകാനും ലീഗിനെ നയിക്കാനും കുഞ്ഞാലിക്കുട്ടി തന്നെയുണ്ടെന്ന പ്രസ്താവന സാദിഖ് അലി തങ്ങൾ നടത്തുന്നത്. കോൺഗ്രസ് സമ്മതിച്ചാൽ മുഖ്യമന്ത്രിയാകുന്ന മുസ്ലിം ലീഗ് നേതാവ് ഇവിടെ തന്നെയുണ്ട് എന്നായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ അടുത്തിരുത്തി സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി തന്നെയാകും ലീഗിന്റെ ക്യാപ്റ്റനെന്നും തങ്ങൾ പറഞ്ഞു. ഇതേ വിഷയത്തിൽ വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദ്യമുന്നയിച്ചപ്പോൾ സാദിഖ് അലി തങ്ങൾ വാക്കുകൾ ആവർത്തിക്കുകയും ചെയ്തു. ഇത് പ്രഖ്യാപിത നിലപാടാണ് എന്നാണ് തങ്ങൾ വിശദീകരിച്ചത്. ലീഗിന്റെ മാത്രമല്ല യു.ഡി.എഫിന്റെ ക്യാപ്റ്റനും കുഞ്ഞാലിക്കുട്ടിയാകുമെന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.എം.എ. സലാമും പ്രതികരിച്ചു. തങ്ങളിൽ നിന്ന് ലഭിച്ചത് ഏറ്റവും വലിയ ബഹുമതി എന്നാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. ലീഗ് രാഷ്ട്രീയത്തിന്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് പാർട്ടിയുടെ വാർഡ് തലം തൊട്ട് ദേശീയ കാര്യങ്ങളിൽ വരെ നയനിലപാടുകൾ രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ ചാണക്യൻ. ആ കരുത്തിന് ലെവലേശം ചോർച്ച വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് സംസ്ഥാന അധ്യക്ഷന്റെ ക്യാപ്റ്റൻ പദവി നൽകൽ. കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പക്ഷത്തിനെതിരെ ചെറുശബ്ദം ഉയർത്തുന്ന ഒരു പക്ഷം ലീഗ് നേതാക്കൾക്കിടയിലുണ്ട്. ഇവരെ പ്രഖ്യാപനം ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുമോ എന്ന് സംസാരമുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് അധികാരം ലഭിക്കാതെ വന്നു. എന്നാൽ 1.5 വർഷക്കാലം ദൂരെ നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപമുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി മുഖ്യമന്ത്രി പദം തന്നെ പാർട്ടി കണ്ണിട്ടിരിക്കുകയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കാലേക്കൂട്ടിയുള്ള ലീഗിന്റെ രാഷ്ട്രീയ നീക്കമാണോ ഇതെന്നാണ് ഉയരുന്ന സംശയം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ആ ഒരുക്കങ്ങളിലേക്ക് പാർട്ടി പ്രവേശിച്ചിരിക്കെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ക്യാപ്റ്റനായി കുഞ്ഞാലിക്കുട്ടിയെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. ഇതാണിപ്പോൾ പാർട്ടിക്കകത്തും സോഷ്യൽ മീഡിയയിലും ചർച്ചയാകുന്നത്. കോൺഗ്രസ് വിചാരിച്ചാൽ മുഖ്യമന്ത്രി പദവി ലീഗ് ഏറ്റെടുക്കാമെന്ന സാദിഖ് അലി തങ്ങൾ തമാശ പറഞ്ഞതാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. യു.ഡി.എഫിന്റെ നെടുംതൂണായ മുസ്ലിം ലീഗ് എല്ലാ കാര്യത്തിലും പിന്തുണ നൽകുന്നുണ്ടെന്നും ചർച്ച ചെയ്യാൻ മാത്രമുള്ള വിഷയമല്ല ഇതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസും യു.ഡി.എഫ് ഘടകകക്ഷികളും തമ്മിൽ ഒരു കാലത്തുമില്ലാത്ത ഐക്യമുണ്ട്. 3.5 കൊല്ലമായി ഒരു അപസ്വരം പോലും മുന്നണിയിൽ ഉണ്ടായിട്ടില്ല എന്നും എല്ലായിടത്തും ഒരുമിച്ചാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതേസമയം ലീഗിൽ നിന്ന് നാളിതുവരെ മുഖ്യമന്ത്രിയായത് C.H. മുഹമ്മദ് കോയ മാത്രമാണ്. 1979 ഒക്ടോബറിലാണ് C.H. മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത്. വൈകാതെ അദ്ദേഹത്തിന് പദവി ഒഴിയേണ്ടി വന്നു. 50 ദിവസം തികയുന്ന വേളയിൽ ആ വർഷം ഡിസംബർ 1-ന് C.H. രാജിവെക്കുകയായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം ലീഗിന്റെ കയ്യിലെത്തിയിട്ടില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം C.H. മുഹമ്മദ് കോയയ്ക്കും അബൂഖാദർ കുട്ടി നെഹക്കും ലഭിച്ചിരുന്നു. പിന്നീട് ഈ ആവശ്യം മുന്നോട്ട് വെക്കുമെങ്കിലും ലഭിക്കാറില്ല. ഭരണത്തിലെത്തുമ്പോൾ 4 മന്ത്രിമാരെ കിട്ടിയിരുന്നിടത്തു നിന്ന് 5-ാം മന്ത്രിസ്ഥാനം ലഭിച്ചപ്പോൾ ഏറെ വിവാദം ഉണ്ടായതാണ്. അങ്ങനെ ലീഗിന് ലഭിക്കുന്ന സ്ഥാനങ്ങൾ വിവാദങ്ങളിൽ എത്തിപ്പെടാറാണ് പതിവ്. ആ അന്തരീക്ഷം നിലനിൽക്കെയാണ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനം പാർട്ടിയുടെ പ്രസിഡന്റ് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നത്. കോൺഗ്രസിൽ തന്നെ 6-7 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ലീഗിന്റെ ഈ ചാട്ടമെന്നത് ഓർക്കണം.